നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നൊസ്റ്റാൾജിയ അങ്ങനെ ഒരു സംഭവം പരിചയപ്പെടുത്താനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാർക്ക് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഒരു കാസറ്റാണ്. നമ്മൾ പണ്ട് ടേപ്പ് റെക്കോർഡറിലൊക്കെ ഇട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കാസറ്റ്. അപ്പോൾ നമുക്ക് ഒന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതൊരു കാസറ്റാണ്, ടേപ്പ് റെക്കോർഡറിൽ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാസറ്റ്. ഇത് ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമും USB പെൻഡ്രൈവൊക്കെ വരുന്നതിന് മുമ്പ് CD DVD മുമ്പ് നമ്മൾ ഇതിലാണ് പാട്ട് കേട്ടുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ബോയ്സ് എന്ന് പറയുന്ന തമിഴ് സിനിമയുണ്ട്, അതിലത്തെ പാട്ടുകളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് 8 പാട്ടാണുള്ളത്. അതായത് ഒരു സൈഡ് 4 പാട്ട്, മറ്റൊരു സൈഡ് 4 പാട്ട്, അങ്ങനെ 8 പാട്ടാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇതിൽ മാഗ്നറ്റിക് ടേപ്പൊക്കെയാണ് വരുന്നത്. ഇതാണ് മാഗ്നറ്റിക് ടേപ്പ്. ഇത് ടേപ്പ് റെക്കോർഡറിലിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളായിട്ട് കേൾപ്പിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ടേപ്പ് റെക്കോർഡറൊന്നും ഇല്ല, അല്ലെങ്കിൽ ഞാൻ ഇത് കേൾപ്പിച്ച് തന്നെ. ഇതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു വശം. ഇത് തിരിച്ചും മറിച്ചുവിട്ടാണ് പാട്ട് കേൾക്കുന്നത്. 80-ലും 90-കളിലും ജനിച്ച ഒട്ടുമിക്ക ആൾക്കാരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും, ഇത് ഉപയോഗിച്ച് പാട്ട് കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേർ ഇത് കണ്ടേക്കണ കുറവായിരിക്കും. ഇതിപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. നിലവിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു കാസറ്റേ ഉള്ളൂ, കാസറ്റ് മാത്രമേ ഉള്ളൂ. ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്ന ടേപ്പ് റെക്കോർഡറൊന്നും എൻ്റെ കയ്യിലില്ല. ഇത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് നൊസ്റ്റാൾജിക്ക് സംഭവം തന്നെയായിരുന്നു കാസറ്റ് എന്ന് പറയുന്നത്. ഇപ്പോഴാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമൊക്കെ വന്നത്, യൂട്യൂബ്, സ്പോട്ടിഫൈ ഒക്കെ. ഇത് ഇപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. പഴയ കളക്ഷൻസൊക്കെ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. ചില ഇതിലൊക്കെ ഓൺലൈൻ സൈറ്റിലൊക്കെ ഇത് വിൽക്കുന്നുണ്ട് 300 രൂപ 350 രൂപക്കൊക്കെ. ഇത് സുലഭമായിട്ട് ഉണ്ടായിരുന്ന കാലത്തൊക്കെ 50 രൂപ, 75 രൂപ അല്ലെങ്കിൽ 35 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിൻ്റെ റേറ്റ്, ഒറിജിനൽ കാസറ്റ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് പാട്ട് കേട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 80-ലും 90-ലൊക്കെ ജനിച്ച ആൾക്കാർ, ഇത് കണ്ടിട്ടുള്ള എല്ലാവരും ഒന്ന് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഓക്കെ, താങ്ക് യു. ഇത് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ.